ആ പേര് സൂട്ടർ ചോറ് എന്ന് പറയുന്നത് ഒരു അത് വൈറലായി. ഒരു രക്ഷയില്ല മക്കളെ, പൊളി പൊളി. കാട് മൊത്തം ഫോറസ്റ്റ് ആണോ? എല്ലാരും ഓരോ പാറ പിടിച്ചോളാ. വെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു വ്യത്യസ്തമായ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. എൻ്റെ കൂടെ നമ്മുടെ മനു ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് പാൽക്കുളം മേടെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടേക്ക് പോവാണ്. അവിടുത്തെ വിശേഷങ്ങളാണ്. നടന്ന് നല്ല കയറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പെരിയെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് പാൽക്കുളം മേടിൻ്റെ വിശേഷങ്ങളാണ്. ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നേരെ വീഡിയോ കണ്ടു തുടങ്ങിക്കോളൂ. ഓക്കെ, നമ്മുടെ പാൽക്കുളം മേട് നമ്മൾ എത്തിയാണ്. അപ്പോൾ നമ്മൾ കഴിക്കാതെ കയറി വന്നേ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടെ മേളിലൊരു കടയുണ്ട്. ആ കടയിൽ ചോദിച്ചപ്പോഴത്തേന് ചേട്ടൻ്റെ വീട്ടിലൂണ് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ ടൗണിൽ നിന്നൊന്നും കഴിക്കാൻ നിൽക്കണ്ട, നേരെ ഇങ്ങോട്ട് പോരുക. നമ്മുടെ ഈ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് നമുക്ക് കഴിച്ചിട്ട് നേരെ കയറ്റം കയറാം. അപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവാം. കഴിച്ചിട്ട് നമുക്ക് പരിപാടി അല്ലേ ചേട്ടാ? എന്തൊക്കെയുണ്ട് കഴിക്കാനുള്ളത്? ഞാനിവിടെ എൻ്റെ പേര് സൂട്ടർ ജോർജ് ആണ്. എൻ്റെ പേര് പാൽക്കുളം മേടാണ് താമസിക്കുന്നത്. എൻ്റെ വീടാണ്. ഞങ്ങളിവിടെ സാധാരണ കൊടുക്കുന്നത് രാവിലെ വരുന്നവർക്ക് കപ്പ, കാന്താരി മുളക്, കാന്താരിയാണ് പ്രധാനമായിട്ട്. പിന്നെ അവർ ആവശ്യപ്പെടുവാണ് കപ്പ, മീന് അല്ലെങ്കിൽ കപ്പ, കോഴി, അതൊക്കെ കൊടുക്കും. ഞങ്ങളിവിടെ കപ്പ, കാന്താരി, ചേന ഞങ്ങളുടെ നാടൻ ഭക്ഷണം നട്ടു വളർത്തി എൻ്റെ 5 ഏക്കർ കൃഷിഭൂമിയാണ്. ഇതിൻ്റെ അകത്തുള്ള ജൈവ കൃഷിയാണ്. അതിനകത്ത് കൊടുക്കുന്നു. അതല്ലാതെ വന്നു കഴിഞ്ഞാൽ കോഴിയോ അതെല്ലാം അത് രണ്ടാമത് കൊടുക്കുന്നു. ഉച്ചയ്ക്ക് ഊണ്, കഞ്ഞി അല്ല ചോറ് ആവശ്യപ്പെടുന്ന അത് കൊടുക്കുന്നുണ്ട്. പിന്നെ കടയുണ്ട്, അവിടെ ആവശ്യമുണ്ട്. ഇവിടെ ടെൻറ്റ് സൗകര്യമുണ്ട്, മറ്റേ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്, പാർക്കിംഗ് സൗകര്യമുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ആണ് പാൽക്കുളം മേട്. എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യും. എല്ലാവർക്കും അവരാവശ്യപ്പെടുന്ന സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കാം. ഞങ്ങളിവിടെ കൊടുക്കാം. നമ്പർ വല്ലതും ഉണ്ടോ? നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരാം. നമ്പറുണ്ട്. നമ്പർ പറഞ്ഞു. എൻ്റെ നമ്പർ 9947 24 75 11. അതാണ് ഒന്നാമത്തെ നമ്പർ. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ, ഈ നമ്പറിൽ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ സൂട്ടർ ജോർജ്. അപ്പോൾ ഓക്കെ, ജോർജ് ചേട്ടൻ, നമ്മുടെ ജോർജ് ചേട്ടൻ. അപ്പോൾ ജോർജ് ചേട്ടന് സൂട്ടർ ജോർജ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ മതി. സൂട്ടർ ജോർജ് ചേട്ടൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടും. നിങ്ങൾ നേരത്തെ വരുവാണെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കയറ്റം കയറി ഇറങ്ങി വരുമ്പോഴത്തേന് ചേട്ടൻ ഇവിടെ എല്ലാം റെഡിയാക്കി വെക്കും അല്ലേ? ഓക്കെ ശരി. എന്നാ അപ്പം കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് കഴിച്ച പോലെ തന്നെ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ കിട്ടി കേട്ടോ. ആണോ? ഇവിടുത്തെ കുളത്തിൽ തന്നെ. എന്ത് മീൻ? സിലോപ്പിയോ? അല്ല, സൂപ്പർ സിലോപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊളിയാണ്, കഴിയാം. ഉണ്ടോ? നല്ല ചീരത്തോരനും ഒക്കെ ഉണ്ട്, മോരുണ്ട്. ഈ വീട്ടിലുണ്ടാകുന്ന ഭക്ഷണങ്ങളാണ് ചീരയും കറികളും. ഇവിടുത്തെ അവർക്ക് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമുക്കും കൂടെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വരുന്നവർക്കൊക്കെ നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞ ആ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കഴിക്കട്ടെ. മനു തകർത്തുകൊണ്ടിരിക്കുക. ഇതന്നെ മീന്, തോരന് എല്ലാം ഉണ്ട്. കറിയുടെ അല്ല കേട്ടോ, ഭയങ്കര ഫ്രഷ്നെസ് ആണല്ലേ? പൊളി. പച്ചക്കറി നമ്മുടെ സൂട്ടർ ജോർജ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ പേര് എങ്ങനെ വന്നെന്നുള്ളത് ചേട്ടൻ തന്നെ പറഞ്ഞിരിക്കും കേട്ടോ. ചേട്ടൻ പറഞ്ഞു, ചേട്ടനായിട്ട് പറഞ്ഞാ ഇങ്ങോട്ട് പറഞ്ഞു എങ്ങനെയാ സൂട്ടർ ജോർജ് എന്ന് വന്നതെന്നുള്ളത് ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞാൽ. എൻ്റെ പേര് സൂട്ടർ ജോർജ്. ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ പാൽക്കുളം മേട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ തൊടുപുഴയിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ പേര് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇവർ ചോദിച്ചത്. അത് എൻ്റെ ഒരു ചെറിയ ചരിത്രമുണ്ട്. എൻ്റെ ചാച്ചൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ് അദ്ദേഹം. അതിനുശേഷം 1952 മുതൽ 55 വരെ ഉള്ള ഭൂദാനയജ്ഞ പ്രസ്ഥാനം എന്നുള്ളതിൽ ആചാര്യ വിനോബാജി, ജയപ്രകാശ് നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ 36-38ഓളം സന്യാസിമാരും മറ്റാളുകളും കൂടി ഭാരത സന്ദർശനം നടത്തിയൊരു കാലഘട്ടമുണ്ട്. 1952 പോയി 55 തിരിച്ച് എത്തുന്നത്. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ കാൽനടയായി 3.5 വർഷം സഞ്ചരിച്ച ഒരു 36 പേരിൽ ഇനി ജീവിച്ചിരിക്കുന്ന എൻ്റെ ചാച്ചൻ മാത്രമേ ഉള്ളൂ. അവരിങ്ങനെ ആ സന്ദർശനത്തിനിടയിൽ
ഉത്തർപ്രദേശിൽ വെച്ച് കണ്ട ഒരു സായിപ്പിൻ്റെ പേരാണ്. സാഹിബിൻ്റെ പേരാണ്. അവർ പരിചയപ്പെട്ട ഒരാളാണ്. അവരിങ്ങനെ സന്ദർശിച്ച് 1.5 വർഷം കഴിഞ്ഞാണ് തിരിച്ചിരുന്നത്. ഭാരതം മുഴുവൻ കാൽനടയായി സഞ്ചരിച്ച ഒരു ചരിത്രമുണ്ട്. അത് വലിയ അവരന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഇപ്പോഴത്തെ ആളുകളെല്ലാവരും ആദരിച്ച് പുള്ളി ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഒരു ചരിത്രമാണ് അദ്ദേഹത്തിനുള്ള. അദ്ദേഹം തിരിച്ചു വന്ന ശേഷം 20 വർഷം കഴിഞ്ഞാൽ ഞാൻ ജനിക്കുന്നത്. എങ്കിലും ആ പേര് ഓർത്തിരുന്ന് എനിക്ക് ആ പേര് കിട്ടി. എന്നാൽ ഇന്ന് ആ പേര് അത് ഈ പറയുന്ന മുഴുവൻ ആൾ, അതായത് ആ പേര് സൂട്ടർ ജോർജ് എന്ന് പറയുന്നത് ഒരു അത് വൈറലായി വൈറൽ പേരാണ്. നമ്മുടെ സൂട്ടർ ജോർജ് ചേട്ടനാണ്. ചേട്ടൻ്റെ ഹോട്ടലിൽ വന്ന് കഴിച്ചാൽ മതി കേട്ടോ. ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് കഴിച്ചാൽ മതി. നല്ല സൂപ്പർ ഫുഡാണ്. അധികം പൈസ ഒന്നും ഞങ്ങൾ 2 പേര് കഴിച്ചപ്പോൾ 150 രൂപയുള്ളൂ. ചേട്ടൻ നമ്മളിൽ നിന്ന് 120 രൂപ മേടിച്ചോളൂ അല്ലേ ചേട്ടാ? ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഞങ്ങൾ ഇനി ആ മല കയറട്ടെ. മല കയറിയിട്ട് ഇറങ്ങി വരട്ടെ. നമ്പർ പറഞ്ഞിട്ടുണ്ട്, വിളിച്ചാൽ മതി. അപ്പം കാപ്പിയൊക്കെ റെഡിയാക്കി വെക്കും. എല്ലാം റെഡിയാക്കും. ഓക്കെ എന്നാൽ ഓക്കെ ശരി. ഇവിടെ ഒരു ബോർഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. പാൽക്കുളമേട്. അപ്പം നമ്മൾ നേരെ മേളിലോട്ട് കയറുവാണ്. അന്യായം ഒരു വ്യൂ തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ താഴോട്ട് കണ്ടോ. നടന്നു വരേണ്ടിവർ നടന്നു വരിക. ബൈക്കിലാണെങ്കിൽ ബൈക്കൊക്കെ കയറി വരാം കേട്ടോ. പിന്നെ ജീപ്പൊക്കെ കയറി വരുന്നുണ്ട്. ജീപ്പൊക്കെ കുഴപ്പമൊന്നുമില്ല. അത് ഇവിടെ ഒരു അരുവിയൊക്കെ ഉണ്ട് കണ്ടോ. ഇവിടെയൊക്കെ ഒരു വ്യത്യസ്തമായൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മളെന്നും ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോകാതെ ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ കാട്ടിനകത്തൂടെയൊക്കെ ഒരു യാത്ര അത് പൊളിക്കും. എൻ്റെ പൊന്നോ, നടക്കാൻ കഴിവുള്ളവർ മാത്രം നടന്നാൽ മതി കേട്ടോ. അല്ലാത്തവരൊക്കെ ജീപ്പോ ഒക്കെ ആയിട്ട് വരിക. അങ്ങനെ നൈസായിട്ട് കയറി വരിക. നല്ലൊരു ഓഫ് റോഡ് റൈഡ് കിട്ടും. പോരട്ടെ വേറെ ലെവൽ പരിപാടിയാണ് മക്കളെ. കണ്ടോ, ചുമ്മാ ഈ പോരണം. പൊളിയല്ലേ, ഒരു രക്ഷയില്ല. മനു സൂപ്പർ. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ അണപ്പൊന്നും അറിയാമില്ല കേട്ടോ. ഇപ്പം അണയ്ക്കുന്നില്ല നമ്മളെ, വലിച്ചു വിടുന്നേ ഉള്ളു ശ്വാസം. നമുക്ക് പോകേണ്ടത് ആ മലയിലോട്ടാണ് കേട്ടോ. കയറിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം. മിസ്റ്റർ മനു, എന്താണ് പറയാനുള്ളത്? മേളിൽ ചെന്നിട്ട് ബാക്കി ആണോ? മേളിൽ ചെന്നിട്ട് നമ്മൾ തകർക്കും. അപ്പോൾ വീണ്ടും മേളിലോട്ട് പോകാം കേട്ടോ. ഒന്നും ആയില്ല ഇതുവരെ ഉള്ളത്, വെറും സാമ്പിൾ പഠിക്കട്ടെ. ഇനിയാണ് സംഭവങ്ങളല്ലേ അല്ലേ? എൻ്റെ അമ്മ നല്ല കയറ്റം കേട്ടോ. പൊളി എൻ്റെ പൊന്ന അടിപൊളി. കിടു മരിച്ച അതില്ലല്ലേ? നിങ്ങളെവിടുന്നാ? ഇടുക്കി തന്നെ. എങ്ങനെയുണ്ടോ നമ്മുടെ? പൊളിയാണ്. നമ്മൾ കുറേ മച്ചന്മാരെ ഇവിടെ കിട്ടി. ഒരു തകർത്ത് കണ്ടോ. ബൈക്കെല്ലാം ഇറങ്ങിയ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കോ അല്ലേ? നിങ്ങളൊക്കെ എന്താ എടുക്കുക? എന്താ ചെയ്യുമോ? ഞാൻ വർക്ക് ചെയ്യുമോ? ഓക്കെ. എല്ലാവരും ജോലിയാ? ശരി. അപ്പോൾ മച്ചന്മാരെല്ലാം കൂടെ തകർക്കാണ് ഇവിടെ. പാൽക്കുളം മേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ മേടാന്ന് പറഞ്ഞില്ല കേട്ടോ. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ഒന്നും അല്ലാതെ നമുക്കിത് ആ കാണുന്ന കുന്നിൻ്റെ മണ്ടലോട്ട് വേണം പോകാൻ. ആനയൊക്കെ ഇറങ്ങുമെന്നാണ് പറഞ്ഞ്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആനയെ കാണാം. കിടു സ്ഥലമാണ്. പിള്ളേരെല്ലാം അവിടെ തകർക്കാണ്. അവിടെ ഒരു രക്ഷയില്ല. നിങ്ങളൊക്കെ വരണം കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് കാണണം. നല്ല കിടുക്ക് സ്ഥലങ്ങളാണ്. കുറച്ച് നടക്കാനുണ്ടെങ്കിലും സംഭവം പൊളിയാ. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ.
അന്യം കയറ്റം എന്ന് പറഞ്ഞാൽ അന്യം കയറ്റം. നിങ്ങളിത് കണ്ട ആ കുഴിയിൽ നിന്ന് ഞങ്ങൾ കയറി വന്നത്. ഇത് കണ്ടോ, ആ കുഴിയിൽ നിന്നുള്ള കയറ്റമാണ്, അന്യായം കയറ്റമാണ് കയറിയിരിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടെ ആന ഇറങ്ങുമെന്നാണ് പറഞ്ഞ്. അപ്പം ഞങ്ങളിവിടെ ഒരു പയ്യനോട് ചോദിച്ചു, ആനയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവൻ പറയുക, നിങ്ങളൊന്നും ചെയ്യണ്ട, ആന ചെയ്തോളൂ. സത്യമാണ്, നമ്മൾ നിന്ന് കൊടുത്താൽ മതി, ആന എന്തെങ്കിലും ചെയ്തോളൂ. കാരണം നമ്മൾ തീരും, കാരണം അത്രയും പോലെ കയറ്റം കേട്ടോ. കാരണം ഇവിടെ കയറുമ്പം തന്നെ നമ്മൾ ചാവും. അപ്പോൾ തന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന വന്നാൽ പിന്നെ ബാക്കി ആന ചെയ്തോളൂ, നമ്മളൊന്നും ചെയ്യണ്ട. അങ്ങനെയല്ലേടാ നീ പറഞ്ഞേ? നീ അങ്ങനെയല്ലേ പറഞ്ഞേ? ആന വന്നാൽ എന്നാ ചെയ്യുമെന്നേ? ആന ചെയ്തിട്ട് വെക്കോളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ, പേടിക്കാനൊന്നുമില്ല കേട്ടോ. എല്ലാവരും വരുന്നുണ്ട്, ഫാമിലിയായിട്ടൊക്കെ ആൾക്കാർ വന്ന് ഇവിടെ കയറുന്നുണ്ട്. പക്ഷേ താഴെയുള്ള നടപ്പിച്ചിരി കട്ടിയ ബൈക്കോ അല്ലെങ്കിൽ ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ കയറി വരും. മിക്കവാറും പേരും ജീപ്പിനൊക്കെ വന്നേക്കുന്നത്. നിങ്ങൾ പാറയിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്, ആനയുടെ മണ്ടയല്ലല്ലോ. ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലവും കാണാം കേട്ടോ. നമ്മുടെ തൊടുപുഴയുടെ അടുത്ത് കിടക്കുന്ന എല്ലാ വ്യൂവും കാണാം കേട്ടോ. എല്ലാ പട്ടണങ്ങളും നമുക്ക് കാണാൻ പറ്റുന്ന നല്ല കിടക്കൊരു സ്ഥലമാണ് നമ്മുടെ ഈ എന്നാ പറയുന്നത്, പാൽക്കുളം മേട്. ചെറുതോണി ഡാമിൻ്റെ ചില ഭാഗങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാം. പക്ഷേ സൂം ചെയ്തിട്ട് അത്ര ക്ലിയർ അല്ല. അവിടെയെല്ലാം കോട ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. ഈ കാണുന്നതാണ് നമ്മുടെ ചെറുതോണി ഡാം. ഇതാണ് നമ്മുടെ പാൽക്കുളം മേടിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. കണ്ട, ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ വന്ന് നമ്മുടെ പിള്ളേരെല്ലാം ഉണ്ട്. ഇവരുടെ കൂട്ടത്തിൽ നമ്മളിന്ന് തകർത്ത് പാൽക്കുളം മേട് ഇങ്ങോട്ടുള്ള ഈ കയറ്റമൊക്കെ നമ്മൾ തകർത്ത് കയറി. മഴയൊക്കെ തൂളുന്നുണ്ട്. ഞങ്ങൾ പെരിയ എന്നാൽ താഴോട്ട് ഇറങ്ങട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. കോടയൊക്കെ പെരിയ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പേ നമുക്ക് താഴോട്ട് ഇറങ്ങാം. കാരണം ഇവിടുന്ന് നല്ലപോലെ താഴോട്ട് ഇറങ്ങാനുണ്ട്. നല്ല ആരോഗ്യമുള്ള ആൾക്കാർ മാത്രം ഇങ്ങോട്ട് കയറാൻ വേണ്ടി നിന്നാൽ മതി കേട്ടോ. നമ്മൾ പല പ്രാവശ്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. അതുപോലെ നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതനുസരിച്ചാണ് പറയുന്നത്. അപ്പം നല്ല ആരോഗ്യവും കയറാൻ മടിയില്ലാത്തവരും മാത്രം പാൽക്കുളം മേട് തിരഞ്ഞെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരണം. കാരണം ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് കാണണം കേട്ടോ. വലിയ ചിലവില്ലാതെ നമുക്ക് വന്ന് കാണാൻ പറ്റും. തൊടുപുഴ വരെ വന്നാൽ മതി. നമുക്ക് ആ വരുന്ന ഒരു ചിലവ് മാത്രമേ വരത്തുള്ളൂ. ഇത്രയും നല്ലൊരു സ്ഥലം നമ്മൾ മിസ് ചെയ്യല്ലേ. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടല്ലോ എന്ന് ഉള്ളതാണ് ഭയങ്കരം. നമ്മൾ യാത്രകളൊക്കെ ഇങ്ങനെ പല വീഡിയോകളും ഇടുന്നുണ്ട്, നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കമൻറ്റെങ്കിലും, എന്തെങ്കിലും ഒരു കമൻറ്റ്, ഒരു ലൈക്ക്, അത് ഞങ്ങളുടെ ഇതുപോലുള്ള നല്ല നല്ല സ്പോട്ടുകൾ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലോ കേട്ടോ. അപ്പം ഇതൊക്കെയാണ് കണ്ടോ. ചെറിയായിട്ട് മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വരുമ്പോൾ ഒരു കുടയൊക്കെ എടുത്തുകൊണ്ട് നൈസായിട്ട് വരാവുള്ളൂ കേട്ടോ. ആ വീടുന്ന വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്. പൊളിയാണ്, പൊളി. മനുവേ, എങ്ങനെയുണ്ട് പറഞ്ഞേ? ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു. നമ്മുടെ യാത്രയെക്കുറിച്ചൊന്ന് പറഞ്ഞു. സൂപ്പർ സ്പോട്ടാണ് കേട്ടോ. ഇത്ര ഹൈറ്റില്ലേ. സ്വിറ്റ്സർലാൻഡിലെ സിംഗപ്പൂർ ഒന്നും പോകണ്ട കേട്ടോ, നമ്മുടെ കേരളത്തിലുണ്ട്. അതാണ് പൊളി കേട്ടോ. ഇവിടെയൊക്കെ നിന്ന് ഭയങ്കര ഒരു അനുഭവം തന്നെ കേട്ടോ. ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ഇത് കണ്ട അങ്ങ് താഴെ നമുക്ക് ആ കുഴിയിലാണ് ചെല്ലേണ്ടത്. ഇവിടെ നമ്മൾ ഏറ്റവും വലിയ ടോപ്പിൽ നിൽക്കും ഇവിടെ.
എന്റെ പൊന്നോ അന്യ സാധനം അല്ലേ. ഒരു രക്ഷയില്ല മക്കളെ, പൊളി പൊളി. മനു എല്ലാവരും പൊളി പൊളി. തൊടുപുഴ എന്നുള്ള വ്യത്യസ്തമായ വീഡിയോ ആയിരിക്കും ഇനിയും കുറച്ച് വരുന്നത് കേട്ടോ. അപ്പം അത് കാണാൻ വേണ്ടി എല്ലാവരും തയ്യാറായിട്ട് നിന്നോളൂ. നല്ല കിടുക്ക് വീഡിയോകൾ നമ്മൾ ഇടുന്നതായിരിക്കും. ഇത് കണ്ട ആ മേളിലുള്ള ആ കുന്നിൽ നിന്നാണ് ഞങ്ങൾ താഴോട്ടിറങ്ങി വന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണുമ്പം ചെറുതായിട്ട് തോന്നിയാലും സംഭവം ഭയങ്കര ഒരു കയറ്റം കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പം അടുത്ത മല, അത് കഴിയുമ്പം വീണ്ടും മല. അങ്ങനെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. ഇവിടെ നമ്മുടെ കുറേ മച്ചന്മാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവരിവിടെ ക്ഷീണിച്ച് വന്ന് ഇവിടെ വന്നിരിക്കുവാണ്. ഇനിയും മേളിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുവാണോ? ആണോ? കൂട്ടുകാരൊക്കെ ഉണ്ടോ വേറെ? നിങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയ? ആ നല്ലതാ. നിങ്ങൾ ഇവിടെ അടുത്ത് തന്നെ? ആ ആ ഓക്കെ ഓക്കെ. ഒന്ന് കയറുവാണ് ഒരാഴ്ചത്തേക്ക് നടക്കാനില്ല. ആ അപ്പോൾ വീണ്ടും കാണാം. അപ്പം ഇതൊക്കെയായിരുന്നു പാൽക്കുളം മേടിനെ കുറിച്ചുള്ള വീഡിയോ. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കല്ല. കിടക്കാച്ചി വീഡിയോ ഫോട്ടോസുകൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കാണുക. ഇതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ബായ്.